ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾ ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് തുടങ്ങുകയാണ്. ഇന്ന് പോകുന്ന സ്ഥലത്തിൻ്റെ പേര് എഡിൻബറോ. അത് ആക്ച്വലി എഡിൻബർഗ് എന്നാണ് ഞാൻ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. ബിക്കോസ് EDINBURGH എന്നാണ്. പക്ഷേ പിന്നെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇറ്റ്സ് പ്രൊനൗൺസ്ഡ് ആസ് എഡിൻബറോ, അങ്ങനെയാണ് പറയുക. അപ്പം എഡിൻബറോ ഇസ് ദ ക്യാപിറ്റൽ ഓഫ് സ്കോട്ട്ലൻഡ്. അപ്പോൾ ആ ക്യാപിറ്റൽ സിറ്റിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ കുറേ കാസൽസും പിന്നെ ഭയങ്കര കുറേ ഓൾഡൻ ചേർച്ചസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ആ സിറ്റിയിലോട്ടാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. ഞങ്ങൾ പോകാൻ പോകുന്നത് സ്കോട്ട് റെയിലിലാണ് എഡിൻബറോ. അപ്പോൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇതിനിടയിൽ ഓട്ടോ ആയിരുന്നു. ഞങ്ങൾ വേറൊരു സ്റ്റേഷനിൽ പോയി. പിന്നെ മനസ്സിലായി ആ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കിട്ടില്ല എന്ന്. അപ്പോൾ ഇത് ക്വീൻ സ്ട്രീറ്റ്, ഗ്ലാസ്ഗോ ക്വീൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് ഇപ്പോൾ നിൽക്കണം. ഇവിടെ നിന്ന് എഡിൻബറോ ട്രെയിനിന് വെയിറ്റ് ചെയ്യാണ് ഇപ്പോൾ. ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി. നല്ല നല്ല ക്ലീൻ ആൻഡ് നീറ്റ്, ഭയങ്കര രസമുള്ളൊരു ട്രെയിൻ. ഇനിയൊരു എനിക്ക് തോന്നുന്നൊരു 1.5 മണിക്കൂർ എടുക്കും എഡിൻബർഗ് എത്താൻ. അപ്പോൾ അത്രയും ട്രാവൽ ഉണ്ട് ഇവിടെ നിന്ന്. ഇതിനകത്തത്തെ ഇത് കണ്ടോ, ഇതിനകത്ത് കിട്ടുന്ന ഫുഡിൻ്റെ ഒരു ലിസ്റ്റാണ്. ഇതിനകത്ത് ജിന്ന്, വോഡ്ക, വൈനൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ ഭയങ്കര ക്ലീനൊക്കെയാണെന്നത്. ഈ ട്രെയിനിൻ്റെ താഴെയൊക്കെ കാർപ്പറ്റാണ്, ശരിക്കും ഫ്ലൈറ്റ് പോലെ. എന്നിട്ട് ഈ ഇതിൻ്റെ ഉള്ളിലുള്ള സർവീസൊക്കെ ഫ്ലൈറ്റിലിങ്ങനെ ഉന്തിക്കൊണ്ടിരില്ലേ സാധനങ്ങൾ, അതുപോലെ ഉന്തിക്കൊണ്ടുവന്നിട്ട് നമുക്ക് വേണ്ടതൊക്കെ കഴിക്കാനൊക്കെ കിട്ടും. ഇപ്പം ഞങ്ങൾ പോകാൻ പോകുന്നത് റോയൽ മൈലും കാസിലും, അത് രണ്ടുമാണ്. അപ്പോൾ അവിടേക്കുള്ള ഒരു സ്റ്റേസാണ് ഈ കാണുന്നത്. ഇത് ഭയങ്കര ഒരു സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്സാണ്. നിങ്ങൾ വിചാരിക്കേണ്ട ഈ സ്ട്രോളർ വെച്ച് ഞങ്ങൾ എങ്ങനെയാണ് കയറിയെന്ന്. സ്റ്റെപ്സുള്ള എല്ലാ സ്ഥലത്തും അനു സ്ട്രോളർ എടുത്തുകൊണ്ടാണ് നിൽക്കുന്നത്. ഈ ഒരു ഇതിൻ്റെ ഒരു സൈഡിൽ ഫുള്ള് ഇങ്ങനെ റെസ്റ്റോറൻറ്റ്സും ബാറും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ബിൽഡിങ്സ് ആണ് രണ്ട് സൈഡിലും. എന്താ പറയുക, ഒരു വേറെ വേൾഡിലെത്തിയ പോലെ ഈ ഒരു സ്ട്രീറ്റ്. ഇങ്ങനെ പണ്ടത്തെ സ്കോട്ടിഷ് ബിൽഡിങ്സും ഒരു പ്രത്യേക ഭയങ്കര ഒരു ആ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് എത്തിയപ്പോൾ വേറൊരു വേൾഡിലെത്തിയ പോലെ. നിങ്ങളിപ്പോൾ ബാക്കിൽ കാണുന്നതാണ് ദ യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബറോ. അതിൻ്റെ ഇതാണ് ഈ കാണുന്നത്, വലിയ ഗേറ്റൊക്കെ. ഈ എഡിൻബറോ കാസിൽ നിൽക്കുന്നത് ഒരു വോൾക്കാനോയുടെ മേലെയാണ്. അപ്പോൾ വോൾക്കാനോ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റിങ്ക്റ്റ് വോൾക്കാനോ എന്ന് പറഞ്ഞാൽ എന്താ, ജീവൻ വെച്ചാൽ പൊട്ടിത്തെറിക്കാത്ത വോൾക്കാനോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര വിൻഡിയാണ്.
നല്ല തണുപ്പുണ്ട്. ടെമ്പറേച്ചർ ഇസ് ലൈക്ക് 14 ഡിഗ്രിയാണ്. ആ തണുപ്പത്താണ് ഞാൻ കയറിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ നിൽക്കണ ഈ ഒരു വഴി, ഇതിനെയാണ് റോയൽ മൈൽ എന്ന് പറയാം. റോയൽ മൈൽ എന്ന് പറഞ്ഞാൽ എഡിൻബറോ കാസിലും ഹോളിവുഡ് പാലസും തമ്മിലുള്ള ഒരു 1 മൈൽ ഡിസ്റ്റൻസ് ഉള്ള ഒരു റോഡാണ്. ലൈക്ക് സ്റ്റോണൊക്കെ ഇട്ടിട്ടുള്ള ഒരു വഴി, അതിനെയാണ് റോയൽ മൈൽ എന്ന് പറയാം. ഇപ്പം ഞങ്ങൾ ഈ റോയൽ മൈലിൽ കൂടെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുന്നത് എഡിൻബറോ കാസിലാണ്. They're from Romania, the bloody vampires! Yeah, but you're worse here. But that's even worse, they're from Ireland! ഈ എഡിൻബറോ എന്ന് പറഞ്ഞ സ്ഥലം ഭയങ്കര ഹോണ്ടഡ് ആണെന്ന് പറയുന്നത്. പാരാനോർമൽ ആക്ടിവിറ്റിക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ അവിടെ ഒരു ഡമ്മി എക്സോസിസം കണ്ടത്. ദ റോയൽ മിലിറ്ററി ടാറ്റു എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഈ വീക്കെൻഡ്, അതായത് ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഇവിടെ നടക്കുവാണ്. അതിൻ്റെ ഒരുക്കങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അവിടെ വലിയ സ്റ്റേജും പിന്നെ ഇവിടെ 2 സൈഡിലും ഫുള്ള് ഗാലറി ഫുൾ ഓഫ് സീറ്റ്സും കാണാം. അപ്പോൾ ആ പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് റെസ്ട്രിക്ഷനൊക്കെ അതുകൊണ്ട് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണെന്ന് തോന്നുന്നു, ഉറപ്പില്ല. ആ കാണുന്നതാണ് കാസിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പരിപാടി ഇവിടെ നടക്കണോണ്ടാണോ എന്നറിയില്ല. ഭയങ്കര ഇടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, തൃശ്ശൂർ പൂരത്തിൻ്റെ ആള് ഇപ്പം ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത്ര ഇടി. ഐക്കിനെയും കൊണ്ട് സ്റ്റോളറും കൊണ്ട് ആ ഇടിയുടെ ഉള്ളിൽ പോകാന്ന് പറയുന്നത് ഒരു സുഖമില്ല. ഞങ്ങൾ റോയൽ മൈലിലോട്ട് ഇറങ്ങുകയാണ്. ആ റോയൽ മൈൽ നടന്നിട്ട് ഞങ്ങൾ മറ്റേ ഹോളിവുഡ് പാലസിലോട്ട് പോകും. ഇവിടെ കണ്ട ആ 3 മനുഷ്യർ ഇരിക്കണത്, അതിൽ മുകളിലത്തെ പ്രതിമയാന്ന് തോന്നുന്നു, പക്ഷെ താഴെ 2 മനുഷ്യരും ജീവനുള്ളവരാ. ഞങ്ങളിപ്പോൾ റോയൽ മൈലിൽ നിന്ന് ഒരു ചെറിയ ഡൈവേർഷൻ എടുത്തു. അതെന്തിനാന്ന് വെച്ചാൽ ഒരു കാര്യം പറയാനാണ്. അതിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇതാണ് ദ എലിഫന്റ് ഹൗസ്. അറിയാം. അപ്പം ഇതിൻ്റെ പ്രത്യേകത ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇറ്റ്സ് ദ ബർത്ത് പ്ലേസ് ഓഫ് ഹാരി പോട്ടർ. ഹാരി പോട്ടറിൻ്റെ ബർത്ത് പ്ലേസ് എന്ന് പറയുമ്പോൾ J.K. റോളിംഗ് ഹാരി പോട്ടർ എഴുതിയത് ഇവിടെ വെച്ചാണ്. അതായത് പുള്ളിക്കാരിയുടെ ഒരു ഹിസ്റ്ററി വായിക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക്. പുള്ളിക്കാരി എപ്പോഴും ഒരു ഫ്ലൈറ്റ് ഡിലേ ആയപ്പോൾ അവിടെ ഇരുന്നിട്ട്, ഫ്ലൈറ്റ് അല്ല ട്രെയിനാന്ന് തോന്നുന്നു, ഡിലേ ആയപ്പോൾ, ഫ്ലൈറ്റോ ട്രെയിനോ സംതിങ് ഡിലേ ആയപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് ഈ ഹാരി പോട്ടർ എന്നുള്ള ആശയം പുള്ളിക്കാരിക്ക് ക്ലിക്ക് ആവുന്നത്. അത് കഴിഞ്ഞ് ഹാരി പോട്ടർ എല്ലാം എഴുതിയത് ഈ ഒരു കഫേയിൽ വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. പുള്ളിക്കാരിയുടെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് റാഗ്സ് ടു റിച്ചസ് എന്ന് പറയാം. അങ്ങനെയായിരുന്നു. അത്രയും ദരിദ്രമായ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പം ഒരു ഭയങ്കര കോടി മതിയായിരിക്കുകയാണ്. ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് നോട്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ്, ഇവിടെ ഫുള്ള് പറന്ന് നടക്കണം മുഴുവൻ സീഗൾസാണ്. എന്നുവെച്ചാൽ നോട്ടിംഗ്ഹാമിൽ ഞാൻ നോക്കുമ്പോൾ ഒക്കെ കണ്ടിട്ടുള്ളത് പിജിയൻസിനെയാണ്, പക്ഷെ ഇവിടെ ഫുള്ള് സീഗൾസാണ്. ഈ എലിഫന്റ് ഹൗസിൻ്റെ ഉള്ളിൽ നിന്ന് ഫുഡ് കഴിക്കാനുള്ള ആൾക്കാരുടെ ക്യൂ ആണ് കാണുന്നത്. ഇതാണ് ഗ്രേഫ്രയേഴ്സ് ബോബി എന്ന് പറഞ്ഞ ഒരു പട്ടിക്കുട്ടി. ഈ പട്ടിക്കുട്ടീനെ കുറേ പേരെങ്കിലും ഫേസ്ബുക്കിൽ കൂടെയൊക്കെ ഈ സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. അതായത് ഈ പട്ടിയുടെ മാസ്റ്റർ മരിച്ചിട്ടും മറ്റേ ആ ടൂമ്പിൽ നിന്ന് പോയില്ല ഈ പട്ടി. ലൈക്ക് 14 ഇയേഴ്സ് ആ പട്ടി ആ ടൂമ്പിൽ തന്നെ ഇരുന്ന് അങ്ങനെ മരിച്ചു പോയൊരു പട്ടിയാണ്. അത്രയും ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര നല്ലൊരു പെറ്റായിരുന്നു. അപ്പോൾ ആ ഒരു പെറ്റിൻ്റെ
മെമ്മറിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതിമയാണ് ഈ കാണുന്നത്. ഗ്രേഫേസ് ബോബി എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ഏരിയ ആ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പട്ടിയുടെ പേരിലുള്ള ഒരു കഫേയും ഒരു ആർട്ട് ഷോപ്പും ഒക്കെ കാണാൻ പറ്റും. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നതാണ് ഇവിടുത്തെ പാർലമെൻറ്റ് സ്ക്വയർ. അപ്പോൾ അതിൽ തന്നെ കാണാവുന്ന വൺ ഓഫ് ദ പ്രോമിനൻറ്റ് ബിൽഡിങ്സ് ആണ് സെയിൻറ്റ് ഗൈൽസ് കത്തീഡ്രൽ എന്ന് വന്നിട്ട് ബാക്കിൽ കാണാം. ഐക്ക് സുഖമായിട്ട് ആ മിനിയൻസിനെ ഹൈഫൈ ഒക്കെ കൊടുത്തു. അവരെന്നെ പോലെ പേടിയില്ലാന്നുണ്ട്. എനിക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെ മുഖംമൂടി വെച്ച് എന്ത് സാധനം കണ്ടാലും പേടിയായിരുന്നു. സാന്റാക്ലോസിനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഒരു ഹോണ്ടഡ് ഒരു സ്ഥലമാണെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി എല്ലായിടത്തും കാണാം കുറേ ഇങ്ങനെ പേടിപ്പിക്കുന്ന കുറേ സംഭവങ്ങൾ. ഇപ്പം തന്നെ ഒരു സ്ത്രീനെ കണ്ടു, മറ്റേ ഫോർച്യൂൺ ടെല്ലറാണ്, ഈ കൈരേഖ അങ്ങനെയൊക്കെ പറയണം. മുഖത്ത് എല്ലാ സ്ഥലത്തും പിയേഴ്സ് ചെയ്തേക്കാം. എന്നിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങളിട്ട് ഫുള്ള് മുഖത്ത് ഒരു പിന്നു കുത്താൻ സ്ഥലമില്ലാണ്ട് അത്രയും പിയേഴ്സ് ചെയ്തിട്ട് ഓരോ സാധനങ്ങൾ ഇട്ടേക്കാം. അടുത്ത് പോകാൻ തന്നെ പേടിയോ അങ്ങനെ. You look like Scotland just threw up on you, buddy. Get up! Everyone give it up for David Allen. Don't make it fun. Thank you very much. It doesn't have to be money. Guys, thank you very much. Guys, yes it does. Okay, thank you very much. We can watch it. നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ കുറേ ഇങ്ങനെ വിൻറ്റേജ് സ്പോർട്സ് കാറുകൾ കാണാം. അപ്പോൾ അത് ഇവരുടെ ഒരു സ്പോർട്ടിംഗ് ബെയേഴ്സ് മോട്ടോ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ അവർ ചെയ്യണത് ഈ സ്പോർട്ടിംഗ് കാറ് ഇവിടെ ചുമ്മാ കൊണ്ടിട്ടേക്കണമല്ല, അവരത് കൊണ്ടിട്ട് ഇതിൻ്റെ കൂടെ നമ്മളിന്ന് ഫോട്ടോ എടുക്കുക, അങ്ങനെ നമുക്കത് കാണാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ അവരിത് വന്ന് ചെയ്യുമ്പോൾ ഒരു ഡൊണേഷനാണ്. അവർ ഇങ്ങനെ ഓർഫൺ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു NGO പോലത്തെ ഒരു സംഭവമാണ് അവർ. അതിന് വേണ്ടിയിട്ടാണ് ഈ കാറുകൾ. ഇത്രയും തൊട്ടടുത്തൊരു റോൾസ് റോയ്സ് കണ്ടോ തൊട്ട്. വമ്പൻ കാറുകൾ. വഴിവക്കിൽ ക്യാൻ കണക്കിന് കൊക്കക്കോള കൊണ്ടുവച്ചിട്ട് എല്ലാവർക്കും ഇങ്ങനെ പൊട്ടിച്ച് കൊടുക്കും. നല്ല തമാശ അല്ലേ? ഈ ഒരു കാലത്ത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ടേമാണ് സീറോ ഷുഗർ അല്ലെങ്കിൽ നോ ഷുഗർ, ഷുഗർ ഫ്രീ. കോക്കുന്നല്ല, ഒരുപാട് കാര്യത്തിൽ നമ്മളത് കേൾക്കും. അതിനെക്കുറിച്ചൊരു ചെറിയ ടിപ്പ് പറയാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്ട്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ എസ്പാർട്മേ എന്ന് പറഞ്ഞൊരു കോമ്പണൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ഈ അജിനോമോട്ടോ എന്നൊക്കെ പറയണ പോലത്തെ ഭയങ്കര മാരകമായൊരു സാധനമാണ് ഈ എസ്പാർട്മേ. അതും ലൈക്ക് ഇറ്റ് ക്യാൻ കോസ് സീരിയസ് ഇൽനെസ് എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചും ഇപ്പോൾ ഒത്തിരി സ്റ്റഡീസ് നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഷുഗർ ഫ്രീ എന്ന് പറഞ്ഞാൽ ആരും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവണ്ട. ഇതൊരു ക്രിസ്മസ് ഷോപ്പാണ്. കടയുടെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഫീല് മൊത്തത്തിൽ മാറി.
മൊത്തം ഇങ്ങനെ ക്രിസ്മസ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഞങ്ങൾ ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറയാണ് ഇത് ഇങ്ങനെ ഒരു ക്രിസ്മസ് സീസണിന് വേണ്ടിയുള്ള ഓൾ ത്രൂ ദ ഇയർ ഈ ഷോപ്പ് ഉണ്ടാവും. ഇവർ പറയുന്നത് അവർക്ക് എന്നും ക്രിസ്മസ് ആണെന്ന്. അപ്പോൾ ഫുള്ളിങ്ങനെ ഏറ്റവും ഇത്തിരി പിടുങ്ങൂസ് ഡെക്കറേഷൻ തൊട്ട് വലിയ ക്രിസ്മസ് ട്രീ വരെ ക്രിസ്മസ് മാത്രം ഒരു ഷോപ്പ് എന്ന് പറയും. എല്ലാവരും ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ടല്ലോ, ഹായ് ക്രിസ്മസ് അങ്ങനെ പറഞ്ഞിട്ടാണ് എല്ലാവരും ഉള്ളിൽ കയറണേ. ആ ഉള്ളിലത്തെ സ്റ്റാഫ് ആണെങ്കിൽ എല്ലാവരും ഗ്രീറ്റ് ചെയ്യുന്നത് മേരി ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഗ്രീറ്റ് ചെയ്യുന്നത്. ഈ സ്കോട്ട്ലൻഡുകാരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ് ഈ സാധനം. ഒരു പാവാട പോലെ അവരിടുന്ന സാധനം, അതിൻ്റെ പേരാണ് കിൽറ്റ്. ഈ റോയൽ മൈൽ എന്ന് പറയണത് 1 മൈലാന്നാ പറയണത്. പക്ഷെ നടന്നു കഴിയുമ്പോൾ മനസ്സിലാവും ഒരു 1.5 മൈലുണ്ടെന്ന്. നടന്നിട്ടും തീരുന്നില്ല. സ്കോട്ടിഷ് പാർലമെന്റിന്റെ മതിലാണിത്. സ്കോട്ടിഷ് പാർലമെന്റിന്റെ വൺ ഓഫ് ദി എൻട്രൻസസ് ആണിത്. ശരി, പബ്ലിക് എൻട്രൻസ് അപ്പുറത്താണ്. ഇത് എനിക്കൊന്ന് പാസ് ഹോൾഡേഴ്സിനുള്ള എൻട്രൻസ് ആണ്. ഈ ബാക്കിൽ നിങ്ങളൊരു മല കാണുന്നുണ്ടോ? അതിന്റെ ഒരു ടിപ്പ്. ഓക്കെ, ദാറ്റ് ഇസ് കോൾഡ് ആർതേഴ്സ് സീറ്റ്. നല്ല കാറ്റ് അല്ലേ? അപ്പം അവിടേക്ക് ഇങ്ങനെ നടന്ന് കയറാം. ആ മല നിങ്ങൾക്ക് എനിക്കറിയില്ല, ആൾക്കാർ ഇത്രയായിട്ട് ആൾക്കാർ നടന്ന് പോണത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. അപ്പോൾ അതൊരു എന്താ പറയുക, ട്രക്കിംഗ് പോലെ പോകേണ്ട ഒരു സ്ഥലമാണ്. അത് ഈ ട്രിപ്പിൽ നടക്കുമെന്ന് തോന്നുന്നില്ല, മേ ബി നെക്സ്റ്റ് ട്രിപ്പ്. അങ്ങനെ എഡിൻബറോ കാസിലിൽ നിന്ന് തുടങ്ങിയ വാക്ക് റോയൽ മൈലിൽ കൂടെ നടന്ന് ദേ ആ കാണുന്നതാണ് ദ പാലസ് ഓഫ് ഹോളിറൂഡ് ഹൗസ്. അവിടെ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ. എഡിൻബറോ വന്ന ദിവസം മൊത്തത്തിൽ അങ്ങോട്ട് ശരിയായില്ല. കാരണം എന്താ വെച്ചാൽ ആ ഒരു ഫെസ്റ്റിവൽ നടക്കണോണ്ടാന്നോണം എല്ലായിടത്തും ഭയങ്കര ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടി കൂടി കയറണം. അപ്പോൾ അതുകൊണ്ട് കുറേ സ്ഥലത്തൊന്നും ഞങ്ങൾ കയറാതെ പതുക്കെ ഇങ്ങ് പോന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആർതേഴ്സ് സീറ്റിൻ്റെ ആ മലയുടെ അടിഭാഗത്തൊരു ചെറിയ പാർക്കുണ്ട്. അതിക്ക് കുറേ നേരമായിട്ട് സ്ട്രോളറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അവനെ കുറച്ച് നേരം അഴിച്ചു വിടാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഭയങ്കര നല്ലൊരു ദിവസം എഡിൻബർഗിൽ കിട്ടി. ഇച്ചിരി ചില സ്ഥലങ്ങൾ ക്രൗഡഡ് ആയിരുന്നു എന്ന് ഒഴിച്ചാൽ ബാക്കി എൻജോയ് ചെയ്തു. ഐക്ക് ഏറ്റവും എൻജോയ് ചെയ്ത് ഇപ്പോൾ ലാസ്റ്റ് വെള്ളത്തിൽ കളിച്ചതാണ്. അവനെ പിടിച്ച് വലിച്ചാണ് വെള്ളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. എല്ലാവർക്കും അതുപോലെ തന്നെ നല്ലൊരു ദിവസമായിരുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇനി ഒരു അടിപൊളി സൺഡേ ആശംസിക്കുന്നു. ആൻഡ് ഓൾ ഓഫ് യു സ്റ്റേ ബ്ലെസ്ഡ്.